ഞങ്ങൾ ശരിക്കും പരിചയപ്പെടുന്നത് ഗൂഗിൾ ഹാങ് ഔട്ട്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ്. പുള്ളിക്കാരൻ ആദ്യം ടെക്സ്റ്റ് ചെയ്തേ 2016 ജനുവരി 18-ാം തീയതി. ജനുവരി 3-ാം തീയതിയാണ് ഞങ്ങൾ യെസ് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു. ഇനി അടുത്ത ജനുവരി 3-ാം തീയതി ഞങ്ങളുടെ എൻഗേജ്മെന്റ്. അബ്രാഹം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ആഷ്ലിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ആശുവിന് ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്നാ പറയുന്നത്, ഒരു ന്യൂജൻ. ഇത്രയും ജാടിയുള്ളൊരു പെണ്ണ്, ദൈവമേ. എന്തോ വലുത് വരാനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ അബുദാബി പഠിച്ചതാന്ന്. എന്റെ വീട്ടിൽ പറഞ്ഞിരുന്നു ഇവൻ ബാംഗ്ലൂരിൽ പഠിച്ചേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞ എൻ്റെ അപ്പന. അപ്പം someone close who can resemble my dad, അതാണ് ഞാൻ ഇബ്രാഹിത്തിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. he's a man, he's a gentleman. നല്ല എന്ന് പറഞ്ഞ ഒരു ശാന്തശീലനാണ്, പക്വതയുള്ളവനാണ്. 2023 ഡിസംബർ 3-ാം തീയതിയാണ് ആദ്യമായിട്ട് കാണുന്നത്. കറക്റ്റ് 1 ഇയർ ആകുമ്പോഴാണ് നമ്മുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്. കറക്റ്റ് 10 വർഷമാകുമ്പം ഞങ്ങളെ കല്യാണം. Ashu, standing here right now, I realize that you are everything I dreamed of, and honestly, a lot more than I probably deserve. To my dearest husband to be, Abu, the day is finally here, and in few hours from now, I get to call you as my husband. എങ്ങാനും ആശുവിനെ ഞാൻ കെട്ടുവാണെങ്കിൽ ഈ പള്ളി വെച്ചായിരിക്കും കെട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, ഇത് തന്നെയാണ് എൻ്റെ പേഴ്സൺ എങ്കിൽ എനിക്ക് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നല്ലൊരു സ്ട്രോങ് സൈൻ എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് മമ്മീൻ്റെ വക ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇങ്ങനെയാണ് പറഞ്ഞേ, മോളെ നീ എബ്രാഹത്തിനെ കണ്ണടിച്ച് വിശ്വസിച്ചോ, അവൻ നിന്നെ സ്വന്തം ഡാഡീനെ പോലെ തന്നെ നോക്കും എന്ന് പറഞ്ഞിട്ട്. Ladies and gentlemen, with a big round of applause, let's welcome to the stage Mr. Abraham Tawny and Mrs. Ashley Joy. Congratulations, Ashu! From both of us, Ashley, Abraham, we wish you all the very best. I would want anything else rather than seeing her happy, living with the love of her life. ഞങ്ങൾ ഇവിടെ ഒരു കഥ പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കഥ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കഥയല്ല, അത് സ്നേഹസഹനത്തിന്റെ ഒരു വിജയഗാഥയാണ്. ഇത്ര സീരിയസ് ആവേണ്ട കാര്യമില്ല. നല്ല പാട്ട് പാടൂ. ഏതോ പറണ്ടേ?
തന്താനേ തന്താനേ തന്താന